സുഖല്ലേ? ഇത് ഇന്നത്തെ നാട്ടിൽ പോയ ഒരു വ്ളോഗാണേ. നാട്ടിൽ പോയ എന്തിനാണെന്നറിയാം. മെയിനായിട്ട് സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ പല്ല് ശരിയാക്കാൻ വേണ്ടിയിട്ട് പല്ല് എല്ലാ മാസം ഒരു ടൈറ്റ് ആക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ മാസം പോകാൻ എനിക്ക് നാട്ടിൽ പറ്റൂല. അതുകൊണ്ട് ഞാൻ 1.5 മാസം 2 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരുക. അപ്പോൾ ഇപ്രാവശ്യം വന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇപ്രാവശ്യം വന്നത് ഫെബ്രുവരിയിൽ. അപ്പോൾ നമ്മൾ അമ്മേൻ്റെ വീട്ടിനടുത്ത് തെയ്യമുണ്ട്. അതിൻ്റെ ഞാൻ വ്ളോഗ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയി കാണുക. പിന്നെ നമ്മൾ ചെക്കപ്പിന് വന്ന വിശേഷമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചെക്കപ്പിന് വന്ന വലിയ വിശേഷമൊന്നുമില്ല. വന്നു നമ്മൾ രാവിലെ പോയി തലപ്പുറമ്പെന്നാണ് എൻ്റെ ചെക്കപ്പ് ചെയ്യുന്നത്. നല്ല ഡോക്ടറാണ്. പക്ഷേ ഒരു മാസം കൂടുമ്പോൾ വരണം. അതാണ് കുറച്ചൊരു പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന് ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഫുഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ എൻ്റെ വല്യമ്മ പറഞ്ഞു നീ പല്ലിട്ടിട്ട് മെലിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം മെലിഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോയത്. അപ്പോൾ വല്യമ്മേൻ്റെ മോളും ഉണ്ടായിന് കൂടെ. അപ്പം നമ്മൾ തലേ ദിവസം മാമനും മാമിയും എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നിനു. അപ്പം നമ്മൾ കവായി ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെയും ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയി കാണുമ്പോൾ അടിപൊളി സ്ഥലമാണ്. എൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ കവായി ബീച്ച് പോകുമ്പോൾ പണ്ണിനെയും കൂട്ടണേനു തിത്ലീന. അപ്പോൾ അവളെ വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് തലപ്പറമ്പിലല്ല അവളെ വീട് തന്നെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് പല്ല് ക്ലിപ്പ് ടൈറ്റാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം വല്യമ്മൻ്റെ വീട്ടിലേക്ക് പോയി. വല്യമ്മൻ്റെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബാനമ്മയും അച്ചാച്ചൻ്റെയും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് അടുത്താന്നേ. അപ്പോൾ അവിടെ നിന്ന് പോയതാണ് എൻ്റെ അച്ചാച്ചൻ. നമ്മൾ ഫൈനലി ആ വീട്ടിലെത്തി. എടുത്തിട്ട് ജ്യൂസെല്ലാം കുടിച്ചിട്ടാണ് പിന്നെ പോയത്. അമ്മമ്മ ഉള്ളിലുണ്ട്, അമ്മമ്മ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വെല്ലേച്ചി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അച്ചാച്ചന. അപ്പോൾ വെല്ലേച്ചീൻ്റെ അടുത്ത് അപ്പോൾ നമ്മളവിടെ ജ്യൂസെല്ലാം കുടിച്ചിട്ട് പോയിനി. എന്നിട്ട് അവിടെ നമ്മൾ നേരെ വല്യമ്മേനെ വീട്ടിൽ പോയി. അതാണ് എൻ്റെ സ്വന്തം വല്യമ്മ. വല്യമ്മ എന്ന് പറയുമ്പോൾ പപ്പേൻ്റെ ചേച്ചി, മൂത്ത ചേച്ചി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയി. അവിടെ പോയിട്ട് മമ്മ പറഞ്ഞു ഞാൻ കുറച്ച് മീനെല്ലാം വാങ്ങിച്ചു. നമ്മൾ അവിടെ നിന്ന് നേരെ മമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അന്ന് നെക്സ്റ്റ് ഡേ ആണ് പ്രോഗ്രാം. അതുകൊണ്ട് മമ്മയും മോളിയാൻ്റെയും കൂടി ബസ്സിൽ വന്നു. അവർ മേലെ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് എന്തെല്ലോ കഴിച്ചിട്ടും ആക്കിയിട്ടില്ല വന്നത്. പിന്നെ അവിടുന്ന് മമ്മ പറഞ്ഞു കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് അത് മോശമാവും, നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ എന്നെല്ലാം പറഞ്ഞു എല്ലാവരോടും. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സ്കൂട്ടി എടുത്തിട്ട് മാമീൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് നമ്മൾ വാടകയല്ല യൂസ് ചെയ്യാൻ വേണ്ടി, ഒരാഴ്ച യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ആ മീനിൻ്റെയും ഇതും എടുത്തിട്ട് നമ്മൾ മമ്മൻ്റെ വീട്ടിലേക്ക് പോലെ. അപ്പോൾ സ്കൂട്ടിയിൽ മെല്ലെ നമ്മൾ മമ്മയുടെ വീട്ടിലേക്ക് എത്തി. ബാക്കി എല്ലാ വിശേഷങ്ങളും എല്ലാ വ്ളോഗിലുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ, ടേക്ക് കെയർ.